സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് നമ്മുടെ വയനാട് ചൂരൽമലയിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മുടെ ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന, മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിച്ചു കൊടുക്കുന്ന വീട് പണി നടക്കുന്ന സ്ഥലത്താണുള്ളത്. അപ്പൊ ഞങ്ങള് ഏതായാലും ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് സന്ദർശിക്കാം എന്ന് വിചാരിച്ച് കയറിയതാണ്. ഇവിടെ വളരെ നല്ല മനോഹരമായ രീതിയിൽ വർക്കും കാര്യങ്ങളും വളരെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വാർത്താ ചാനലുകളിലൊക്കെ പലതും കേൾക്കുന്നതാണ്, പണി നടക്കുന്നില്ല എന്നുള്ളതാണ്. വന്നപ്പോൾ മാഷാ അല്ലാഹ് വളരെയധികം സന്തോഷമായി. ഇവിടെ വർക്ക് വളരെ മനോഹരമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ പ്രവർത്തകരെല്ലാവരും കൂടി ഒരു വേറെ വഴി വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് കയറി സന്ദർശിച്ചതാണ്. നമ്മളെ ചെയർമാനുണ്ട്, അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ള ആളുകൾ, പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഏതായാലും നമ്മള് ചെയർമാൻ രണ്ടു വാക്ക് എന്താ പറയാനുള്ളത്? വർക്ക് നമ്മുടെ ഈ മുണ്ടക്കൈ ചൂരൽമലയിലുള്ള ആ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കുള്ള വീട് നമ്മളെ പാർട്ടി നിർമ്മിച്ചു കൊടുക്കുന്ന, മുസ്ലിം ലീഗ് കമ്പനി നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളുടെ സൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഏകദേശം കുറെ വീടുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എത്ര വീടുകളാണ് നമ്മളെ കമ്മിറ്റി? 105 വീടുകളാണ് ലീഗ് കമ്മിറ്റി എടുത്തു കൊടുക്കാൻ പറഞ്ഞത്. അതിൽ ഏകദേശം ഈ പ്ലോട്ടിൽ തന്നെ ഏകദേശം 75 വീടുകളുണ്ട്. ഇതിന്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു പ്ലോട്ടിലാണ് ബാക്കിയുള്ള വീടുകൾ നിർമ്മിക്കണമെന്ന് പിന്നെ ഇവർ നമ്മോട് പറഞ്ഞത്. പിന്നെ ഇവിടെ പോയി നമ്മളെല്ലാം കണ്ടു. കുറെ വീട് ഏകദേശം കംപ്ലീറ്റ് ആയി. ഏകദേശം കുഞ്ഞാൽ സാഹിബ് പറഞ്ഞ നമ്മളെ പിന്നെ പാർട്ടി പറഞ്ഞ ഫെബ്രുവരി 28-ന് എന്തായാലും ഒരു 19 വീടുകളെങ്കിലും ഈ പിന്നെ പണി പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റുന്നതന്നെയാണ് നമുക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നതല്ല ഇവിടെ നടക്കുന്നത്. പാർട്ടി എടുത്ത ഉത്തരവാദിത്തം അത് നമ്മുടെ നേതാക്കന്മാർ വളരെ ഭംഗിയായിട്ട് ഇവിടെ നിർവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ സൈറ്റിൽ വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളെ ചെയർമാനൊക്കെ പറയുന്നത് അതാണ്. ഏതായാലും നമ്മളെ ഗഫൂർ സാഹിബ് എന്താ പറയാ? ഇതിൽ പറയാനുള്ളത്, നമ്മളെ പാർട്ടി നമ്മളോടൊരു ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടും കൊണ്ട് ഇവരെ പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നമ്മളോടൊരു ആഹ്വാനം പറഞ്ഞു. ഞങ്ങൾ ലേശം പൈസ സംഘടിപ്പിച്ചിരുന്നത് അതിന് ക്യാമ്പയിൻ ചെയ്ത് നമ്മൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമുക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു കുളിർമ. കാരണം ഇതെല്ലാം നമ്മളെ പാർട്ടി ചെയ്തു കൊടുക്കുന്ന ഈ ഒരു കാര്യങ്ങളും നമ്മളൊന്ന് ഇതിലേക്ക് ചെറിയൊരു പങ്കാളിയാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. മറിച്ച് ഇവിടെ വന്ന് നോക്കിയപ്പോൾ വളരെ അൽഹംദുലില്ലാ വളരെ സന്തോഷമായി. ഈ മന്ത്രി ഇപ്പോഴും ഇതൊന്നും കണ്ടിട്ടില്ല, എനിക്ക് ഇതൊന്നും ഉണ്ടാവോ എന്നുള്ളത് സംശയമാണെന്ന് പറഞ്ഞുകൊണ്ട് അടക്കണം. അയാളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഈ ബൈക്ക് ഇങ്ങോട്ട് കയറണ്ട, ഈ മുട്ടിലും മുണ്ടൊക്കെ ഈ റോട്ടില് മുട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ കാരാപ്പുഴ പോണ റോട്ടിൽ ഒന്ന് വന്ന് നോക്കിയിട്ട് ഇതൊക്കെ ഒന്ന് അവിടെ നിന്നിട്ടെങ്കിലും ഒന്ന് കാണുക. എന്നിട്ട് ജനങ്ങളോട് അടിക്കുന്ന ഈ പച്ച കളവുകൾക്ക് പകരം ഇതിന്റെ യാഥാർത്ഥ്യം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഏതായിരുന്നാലും മൂപ്പരൊക്കെ പറയുന്നത് മൂപ്പര ഒരു വികാരം, അതായത് ഇവിടെ വന്ന് കണ്ടപ്പോ ഈ പാർട്ടി പ്രവർത്തകർക്ക് പൊതുവേ തോന്നുന്ന ഒരു വികാരമാണ്. നമ്മൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്നതല്ല ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ഏതായാലും വളരെ മനോഹരമായ രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും മാഷാ അല്ലാഹ് ഈ ആളുകൾക്കൊക്കെ ഈ വീടുകളും നല്ല സൗകര്യപരമായ രീതിയിൽ ഇതൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ കിട്ടട്ടെ എന്ന് നമ്മളൊക്കെ ആശംസിക്കുന്നു. എല്ലാവരും ഒന്ന് ഇവിടെ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടാ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. ഏതായാലും വളരെ ഉഷാറായിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എല്ലായിടത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോൾ ഒരു വീടിന്റെ പണി കഴിയുമ്പോൾ അടുത്ത വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.